നല്ലൊരു രസമുണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, ക്ലൈമാക്സ് രസമുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് കാണാൻ ഒരു കുഴപ്പമൊന്നുമില്ല. നല്ല മാസ് ആക്ഷൻ പടം. ക്ലാഷ് ആയിട്ട് പറയാൻ പറ്റൂല കേട്ടോ. രണ്ട് രീതിയിലുള്ള പടം, അതുകൊണ്ട് ക്ലാഷ് ഒന്നും ഇല്ല. ഇതെന്തൊരു ഓടും, സുഖമായിട്ട് ഓടിക്കും. വിക്രമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ശരിക്കും വിക്രമിൻ്റെ ഒരു കൈദിയുടെ പോലൊക്കെ തോന്നുന്നു. ഒരു വൺ നൈറ്റിൻ്റെ ആ ഒരു സ്റ്റോറിയാണ്. പിന്നെ കുറേ തമിഴ് മൂവീസിൽ ഇപ്പം ഇതേപോലെ വന്നേരം കാണിക്കുന്നത്. വിക്രമൊക്കെ എങ്ങനെയുണ്ട്? വിക്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സുരാജേട്ടൻ? എല്ലാവരും കിട്ടില്ല. നേരെ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ പാടുണ്ട്. നല്ല എൻഗേജിങ് ആയിരിക്കും. പക്ഷേ എമ്പുരാനെക്കാട്ടി ഈ ടിക്കറ്റ് കിട്ടാത്തൊരു ഈ പടത്തിന് കയറുന്നതായിരിക്കും നല്ലത്. അവർക്കൊരു വിരുന്ന് തന്നെയാണ്. കൈദി പോലെയല്ലേ, ഇത് ത്രില്ലറാണ്. കൈദിയുടെ ആക്ഷൻ ബേസ്ഡ് മൂവി തന്നെയായിരുന്നു നല്ലത്. ഇത് ത്രില്ലർ ബേസ്ഡാണ്. നമ്മൾ ഉടനീളം സീറ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും കൊള്ളായിരുന്നു. നല്ലൊരു പടം അവിടെ ഇരുന്ന് വരണം. വിക്രം എങ്ങനെയുണ്ട്? വിക്രം എല്ലാവരും വിക്രം കുഴപ്പമില്ല, നിറഞ്ഞിരിക്കുന്നു. നല്ല അഭിപ്രായം. ടിക്കറ്റ് കിട്ടാത്ത വലിയ കയറുന്നതായിരിക്കും പറ്റും. കണ്ണ് നിറയുന്ന കാഴ്ച, കണ്ണ് നിറയുന്നേക്കാൾ ത്രില്ലർ, മനസ്സ് നിറയുന്ന കാഴ്ച. എങ്ങനെയുണ്ട് നമ്മുടെ സുരാജ് ചേട്ടനൊക്കെ? പടം ഓവറോൾ എങ്ങനെയുണ്ട്? വിക്രം എങ്ങനെയുണ്ട്? വിക്രം എല്ലാവരും നൈസ്, ഡയറക്ഷനും എല്ലാം പൊളിയാണ്. ശരിക്കും ത്രില്ലറാണ്. ത്രില്ലർ ഉണ്ട്, ഒരു നൈറ്റ് നടക്കുന്നത്. നമ്മുടെ സുരാജ് ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്? സുരാജ് ചേട്ടൻ ത്രൂ ഔട്ട് നൈസാണ്. ശരിക്കും നല്ലൊരു സ്റ്റാർ കാസ്റ്റാണ്. സൂര്യ എല്ലാവരും പൊളിയാണ്, നൈസാണ്. വിക്രം പൊളിച്ചടിക്കിയിട്ടുണ്ട് എല്ലാം. വിക്രത്തിൻ്റെ പടം കാണാൻ വേണ്ടി ഇന്നലെ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ നേരത്തെ എൻ്റെ തലേ ദിവസം ടിക്കറ്റ് എടുത്ത് വെച്ചു. കാര്യം ഞാൻ വിക്രത്തിൻ്റെ പടം കാണാൻ കാര്യം ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അഭിനയം എന്താണെന്ന് പഠിക്കാൻ പറ്റും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേരുള്ള നമ്മൾ ലാലേട്ടനെ പോലെ മമ്മൂക്കയെ പോലെ ഭയങ്കര അഭിനയമാണ്. കാര്യം ഇത്രയും വലിയ നടനായിട്ട് നമ്മളെ ലാലേട്ടനെയും മമ്മൂട്ടിനെയൊക്കെ വെച്ച് പറയുന്നത് കേൾക്കണം. ഞാൻ അവരെ കണ്ടാണ് അഭിനയം പഠിക്കുന്നതാണ് പറയണത്. അതിലുപരി നമ്മൾ ഒരു നടനെയും കൂടെ ആര് പറയുന്നത്, വിക്രം പറയുന്നുണ്ട്. ആരെയാണ്? നമ്മളെ മണിച്ചേട്ടനെ. നമ്മൾ മണിച്ചേട്ടൻ്റെ കുറവ് ഈ സിനിമ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ സുരാജേട്ടൻ ചെയ്ത ആ ക്യാരക്ടർ അത് മണിച്ചേട്ടനായിരുന്നെങ്കിൽ തിയേറ്ററൊക്കെ കാത്തി പൂരപ്പറമ്പായിരുന്നു. സുരാജേട്ടന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സിനിമയെന്ന് പറയുന്നത്. കാര്യം അത്ര ഗംഭീരമായിട്ട് സുരാജേട്ടൻ അത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ സുരാജേട്ടന് ഒരു അവസരം കിട്ടി. സുരാജേട്ടൻ തമിഴിൽ പോയി ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ട് അവിടുത്തെ കയ്യടികളും നേടിക്കൊണ്ട് വരണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം സുരാജേട്ടൻ നല്ല പെർഫോമൻസാണ്. പക്ഷേ നമ്മൾ മണിച്ചേട്ടനായിരുന്നുവെങ്കിൽ, കുറ്റം പറയുന്നതല്ല, വിക്രത്തിനൊപ്പം നമ്മളെ ജമിനി സിനിമ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്ക് നിന്നലായിരുന്നു. വിക്രത്തിൻ്റെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ വിക്രത്തിന് ഇങ്ങനെ ഏറ്റവും വലിയ പേര് കേട്ട വലിയ നായികമാരൊന്നും വിക്രത്തിന് ആവശ്യമില്ല. ഒരു സിനിമയിൽ വന്ന് ഒരു ചെറുതായിട്ടൊന്നൊരു പേരെടുത്ത് വരുന്ന ഒരു ചെറിയ നായികയായിരുന്നാലും അയാൾക്ക് അത് ഏറ്റവും വലുതായിട്ടാണ് അയാളെ കാണുന്നത്. അതാണ് വിക്രം എന്ന് പറയുന്നത്. ആ നായികനെ പുള്ളിയോട് അഭിനയിച്ച് അതിനെ വലുതാക്കി കൊണ്ടുവരും. കാര്യം അവരെ ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ അടുത്ത് അവർ അഭിനയിക്കുമ്പോഴത്തേക്ക് അവർ ഒരുപാട് അവർക്ക് ധൈര്യം പിടിക്കണം. കാര്യം അത്ര നമ്മളെ ലാലേട്ടൻ ധൈര്യം കൊടുക്കും പോലെ, മമ്മൂക്ക ധൈര്യം കൊടുക്കും പോലെ വിക്രം ധൈര്യം കൊടുക്കും. പക്ഷെ ഏറ്റവും ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറയണത് അങ്ങനെ എന്തോന്ന് അഭിനയം ഇത്. അല്ല അറിഞ്ഞിട്ട് ചോദിക്കണതാണ്, അങ്ങനെ എന്തോന്ന് അഭിനയം വിക്രം. സത്യം പറഞ്ഞാൽ നമ്മൾ സങ്കടം വന്നു പോകും കേട്ടോ. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യണം, ഇങ്ങോട്ട് 10 വാങ്ങുകയും ചെയ്യണം. അതാണ് സഹിക്കാൻ പറ്റാത്തത്. കാര്യം ഇത് കണ്ടപ്പം വിക്രത്തിൻ്റെ അഭിനയം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിങ്ങിപ്പൊട്ടി. വേറൊന്നല്ല, നമ്മുടെ മലയാളത്തിലെ മണിച്ചേട്ടന് ഞാൻ കരഞ്ഞു. നമ്മളെ മണിച്ചേട്ടൻ്റെ ആ ഒരു ഇതാണ് എനിക്ക് ഓർമ്മ. കാര്യം മണിച്ചേട്ടൻ്റെ സിനിമകളിലൊക്കെ ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ചാൽ മണിച്ചേട്ടൻ ഇടി വാങ്ങിക്കുകയും ചെയ്യും, അവസാനം ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് ആ തിയേറ്ററിൽ നിന്നപ്പോൾ വിക്രത്തിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എമ്പുരാൻ്റെ ക്ലാഷാണ് വന്നത്. എങ്ങനെ ഓടും? എമ്പുരാൻ്റെ കൂടെ അല്ല പടം ഓടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ല പടമാണ്. കാര്യം എമ്പുരാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം എന്നുള്ളൊരു പടമാണത്. അപ്പോൾ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം വിക്രവും നമ്മുടെ ആളാണ്, ലാലേട്ടനും നമ്മളെ ആളാണ്, നമ്മളെ മലയാളത്തിലെ മഹാനടനല്ലേ. ശരിക്കും പടം എങ്ങനെയാണ്? ഓവറോൾ സൂപ്പറാണോ? സൂപ്പർ പടമാണ്. ഞാൻ കള്ളമല്ല പറഞ്ഞത്. കാര്യം അത്രത്തോളം ഭയങ്കര ആക്ടിങ്. ഇയാൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. കാര്യം പിതാമഹൻ എന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു നാക്ക് കൊണ്ട് ഒരു ഡയലോഗ് പോലും പറയാനാണ് അയാൾ അവാർഡ് വാങ്ങിച്ചത്. അപ്പോൾ അയാളെ കഴിവ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്.
യാത് നടൻ ചെയ്യും. സൂര്യൻ ഗീരനൊക്കെ പോകാൻ പറയാം. സൂര്യനൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷേ ഇതേണൊക്കെ ആക്ടിങ് ചെയ്യണം. മനസ്സിലായി? ഇതാണ് അഭിനയം, ഇതാണ് വിക്രം. ഒരേ ഒരു വിക്രം സൂപ്പറാണ്.